പോണ്ട് എങ്ങനെ മേക്ക് ഓവർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കണ്ണിന് കുളിർമയുള്ള ഒരുപാട് കാഴ്ചകളുള്ള ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പോണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, ഒരു അറേഞ്ച്മെൻ്റ് ഇല്ല, ഒരു അട്രാക്ഷൻ കൊടുക്കാൻ പറ്റിയ യാതൊന്നും ആ ഒരു പോണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പോണ്ടിൻ്റെ സൈഡിലുള്ള സംഭവങ്ങളെല്ലാം മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ പോണ്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ റിംഗ് പോണ്ടാണ് കേട്ടോ, നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പോണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഒരു അട്രാക്റ്റീവ് സ്പോട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ പോണ്ടിൻ്റെ സൈഡിൽ നിന്നും വെച്ചിരിക്കുന്ന ചെടികളെ എല്ലാം നന്നായിട്ടൊന്ന് മാറ്റി ഒന്ന് ലെവൽ ചെയ്ത് വൃത്തിയാവണ്ണം ആക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ആ ഒരു പോണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാം. പിന്നെ പോണ്ടിനകത്ത് ഒരുപാട് ലീവ്സ് ഇതുപോലെ ഡ്രൈഡ് ഔട്ടായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ ലീവ്സും കട്ട് ചെയ്ത് കളയണം. ചില ലീവ്സ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ ലീഫിൽ നിന്നും പ്രൊപ്പഗേറ്റ് ആവുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാൻ വഴിയേ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ജീർണിച്ച് കിടക്കുന്ന ലീവ്സ് ഉണ്ടെങ്കിൽ കാണുമ്പോൾ അത് തന്നെ പിറക്കി ഞാൻ കളയണം. എന്നും പോകുന്ന ആമ്പലാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമല്ലേ, പക്ഷെ അങ്ങനെയുള്ള ആമ്പൽ കിട്ടാൻ പാടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആമ്പലിൻ്റെ പേര് റെക്കമെൻഡ് ചെയ്ത് തരാം, നെയ്യാമ്പലാണ്. അപ്പോൾ നെയ്യാമ്പലിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ആവും. ഇങ്ങനെ ലീവ്സിൽ നിന്നും പുതിയ സാപ്ലിങ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഒരു പ്ലാന്റിൻ്റെ ഇലത്തണ്ടിൽ നിന്നും പുതിയ തൈകൾ ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ലീഫിൻ്റെ നടുഭാഗത്തു നിന്ന് കിഴങ്ങ് പോലെ വന്ന ആ ഒരു ലീഫും പയ്യെ ഒരു കുഞ്ഞു തൈയായി മാറും. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ആവുന്ന ഒരു ആമ്പൽ ചെടി വേറെ ഇല്ലെന്ന് തന്നെ പറയാം. നെയ്യാമ്പൽ പൂത്തതിന് ശേഷമുള്ള വ്യൂ ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് ബാക്കി ചെയ്യാം. പോണ്ടിൻ്റെ സറൗണ്ടിങ്സിലായിട്ടുള്ള ചട്ടികൾ മാറ്റി കൊടുത്തിട്ട് അവിടെ ഒരു ചെറിയ ബെഞ്ച് തട്ടിക്കൂട്ടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നമുക്ക് ഈ പോണ്ടിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് പോണ്ടിനെ ആസ്വദിക്കാൻ പറ്റുന്നൊരു വൈബ് ക്രിയേറ്റ് ചെയ്യണം. അതൊരുപാട് നാളുകൊണ്ടുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വുഡൻ ബ്ലോക്സും അതുപോലെ തന്നെ ഒരു നീളമുള്ള ഒരു തടിയും കൂടെ എടുത്തിട്ട് ഒരു ബെഞ്ച് പോലെ തട്ടിക്കൂട്ടണം. അപ്പോൾ ഇത് ഇവിടെ ഒരു ചെറിയൊരു ഇറുകിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ചണം ഇട്ട് കെട്ടാൻ അല്ലെങ്കിൽ കൊച്ചങ്കയറിട്ട് കെട്ടേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. ഇത് ജസ്റ്റ് അവിടെ തന്നെ ഫിക്സ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു തടി കഷ്ണം ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ഇതിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല എങ്കിൽ ഒന്ന് കെട്ടിയൊക്കെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ആണി ഉപയോഗിച്ചിട്ട് ഒന്ന് അടിച്ചുറപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് ശേഷം ഇനി പോണ്ടിന് അകത്ത് ഒരു വാട്ടർഫോൾ എന്നോളം ടപ്പിൾ വൈൻ്റെ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ തന്നെ ഒരു വാഷ് ബേസിൻ്റെ ഒരു പഴയ ഒരു പില്ലർ എടുത്ത് കഴുകി വൃത്തിയാവണ്ണം സെറ്റാക്കി കൊണ്ടുവന്ന് ദേ ഇവിടോട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് അല്പം ലെങ്ത്തിന് വളർന്ന ഒരു ടട്ടിൽ വൈനാണ് എടുത്തേക്കുന്നത്. ആ ഒരു പോട്ട് നിറച്ചുണ്ട്. അപ്പോൾ അതിനെ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ പോട്ടിൻ്റെ നടുക്കായിട്ട് ഒരു ടട്ടിൽ വൈൻ്റെ ഒരു വാട്ടർഫോൾ എന്നോണം ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതി. ചിലവുകളൊന്നും ഇല്ലാതെ എങ്ങനെ നമ്മുടെ പോണ്ടിനെ അറേഞ്ച് ചെയ്യാമെന്ന് ഒരുപാട് ഇരുത്തി ചിന്തിച്ചാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഐഡിയാസിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ആ ഒരു ബെഞ്ചിൻ്റെ 2 സൈഡ്സിലായിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് കൂടെ അറേഞ്ച് ചെയ്യാം. കലേഡിയം പ്ലാന്റ്സിൻ്റെ 2 വെറൈറ്റിയാണ് ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ സൈഡിലായിട്ട് ഫ്ലവറിങ് പ്ലാന്റ് ആയ നമ്മുടെ വിൻകയാണ്, കാശിത്തെറ്റിയാണ്. അതുപോലെ തന്നെ ഒരു ക്രീപ്പിംഗ് പ്ലാന്റിനെയും കൂടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. നമ്മുടെ പൊട്ടറ്റോ വൈനാണ്, സ്വീറ്റ് പൊട്ടറ്റോ വൈൻ, ഓർണമെൻറ്റൽ പ്ലാന്റ് ആണ്. ഇതിനെ കൂടി അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഏറെക്കുറെ നമ്മുടെ വർക്കെല്ലാം ഇവിടെ ഒരു കംപ്ലീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇനി അതിൻ്റെ ഫൈനൽ സ്റ്റേജ് കാണിച്ചു തരാം. ഈ ഒരു വുഡൻ ബെഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വുഡൻ ബ്ലോക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കട്ട അടുക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് തടിയുടെ പലക എങ്ങാനും ഇട്ട് കൊടുത്താലും മതി. എങ്ങനെ ആയാലും നമ്മുടെ പോണ്ടിലൂടെ നമുക്കൊരു സന്തോഷം കിട്ടണം. അപ്പോഴേ നമ്മൾ ചെയ്ത വർക്ക് കൊണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഒരു കുളമായ രാവിലത്തെ സൺലൈറ്റൊക്കെ ഇങ്ങനെ വീണ് അതിനകത്തൂടെ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അതിങ്ങനെ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. രാവിലെ വന്നിരുന്ന് കോഫി കുടിക്കാനായാലും ചായ കുടിക്കാനായാലും കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് ആ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ മനസ്സിന് വളരെയധികം റിഫ്രഷ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഐഡിയാസിലൂടെ നിങ്ങളും കൂടെ കടന്നു പോകണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗാർഡൻ വ്യത്യസ്തമാക്കാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ എത്ര പേരാണ് ആ ഒരു വുഡൻ ബെഞ്ചിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം. മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജന്തുക്കൾക്കും ഇഷ്ടമാകുന്ന ഒരു വൈബായിരുന്നു ഞാനിന്ന് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഉറപ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം തുടർന്നുള്ള വീഡിയോസ് കണ്ടുവെക്കുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.